കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന കൊളംബിയ സൂപ്പർ പോരാട്ടം വൈകുന്നു. മയാമിയിലെ സ്റ്റേഡിയത്തിന് പുറത്ത് സംഘർഷം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുചീഷ്, ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തരായ രണ്ട് ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ആവേശമുണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താണ്? വലിയ തരത്തിലാണ് ആരാധകർ പുറത്ത് തടിച്ചുകൂടിയത്. ഈ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ കാണികൾ ടിക്കറ്റ് ലഭിക്കാത്തത് കാരണം ഈ കൊളംബിയയുടെയും അർജന്റീനയുടെയും ആരാധകർ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടി ഈ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. അപ്പോഴാണ് അതൊരു സംഘർഷത്തിലേക്ക് മാറിയത്. ഇരു വിഭാഗങ്ങളിലുള്ള ആരാധകരും തമ്മിൽ വാക്ക് തർക്കത്തിലും അതോടൊപ്പം അതൊരു സംഘർഷത്തിലേക്ക് മാറുന്നതും കാണാമായിരുന്നു. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും പലരെയും ഇതിൽ പിരിച്ചുവിടാൻ വേണ്ടി ഈ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത് കണ്ടു. പല കുട്ടികളടക്കമുള്ള ആളുകൾ ഇതിനിടയിൽ പരിക്ക് പറ്റിയതും ഈ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയപ്പോഴാണ് 5:30 ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം, ഫൈനൽ മത്സരം തുടങ്ങേണ്ടത്. പക്ഷേ ഇതുവരെ ഈ മത്സരം തുടങ്ങാനായിട്ടില്ല. ആദ്യഘട്ടത്തിൽ അരമണിക്കൂർ മത്സരം വൈകി തുടങ്ങും എന്നായിരുന്നു കോൺമബോൾ അറിയിച്ചിരുന്നത്. പക്ഷേ 6 മണിയോടെ അത് വീണ്ടും ഒരു 45 മിനിറ്റ് സമയമാണ് പിന്നീട് അവർ പറയുന്നത്. ഇപ്പോഴും മത്സരം ഏത് സമയത്ത് തുടങ്ങാനാകുമെന്ന കാര്യത്തിലൊരു ഉറപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും താരങ്ങൾ ഇപ്പോൾ മത്സരത്തിനായല്ല, അതിനു മുൻപുള്ള ഒരു പരിശീലനത്തിനായി ഈ അർജന്റീനയുടെയും കൊളംബിയയുടെയും താരങ്ങൾ ഇപ്പോൾ മൈതാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇപ്പോൾ പരിശീലനം തുടരുകയാണ്. കാരണം ഈ മത്സരം വൈകുന്ന ഒരു സാഹചര്യത്തിൽ ഈ താരങ്ങൾ മത്സരത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു വർക്കൗട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ലിയോണൽ മെസ്സി അടക്കമുള്ള ആളുകൾ, അർജന്റീന ക്യാപ്റ്റൻ ലിയോണൽ മെസ്സി അടക്കമുള്ള താരങ്ങൾ ഇപ്പോൾ മൈതാനത്താണ് ഉള്ളത്. എന്തായാലും ഈ മത്സരത്തെ സംബന്ധിച്ച് ഈ കോപ്പ അമേരിക്കയിൽ ഏറ്റവും ആവേശകരമായ മത്സരം തന്നെയാണ് അർജന്റീന കൊളംബിയ മത്സരം എന്ന് പറയുന്നത്. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. അതോടൊപ്പം കൊളംബിയ ആകട്ടെ കഴിഞ്ഞ 28 മത്സരങ്ങളിൽ തോൽവി അറിയാതെ വരുന്ന ഒരു സംഘമാണ്. അങ്ങനെ രണ്ട് ടീമുകൾ, ലാറ്റിൻ അമേരിക്കയിൽ വലിയ ആരാധക പിന്തുണയുള്ള രണ്ട് ടീമുകൾ ഒന്നിച്ച് ഇത് ഫൈനലിലേക്ക് എത്തുമ്പോൾ ആ തരത്തിൽ തന്നെയാണ് അത്. അമേരിക്കയിലാകെ ഉള്ള കൊളംബിയൻ ആരാധകരും അർജന്റീന ആരാധകരും ഒക്കെ തന്നെ ഈ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത്. ആ ഒരു സ്റ്റേഡിയത്തിൽ മുഴുവൻ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് കാണികളെ ഉൾക്കൊള്ളാനാവുന്ന ഒരു സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ നിറഞ്ഞതിന് ശേഷം അതിന് പുറത്തേക്ക് കൂടി ഇത്രയും ആൾക്കൂട്ടം വന്നതാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് പോയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മത്സരം തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. രുചീഷ്, ഈ മെസ്സിയും ഡീമരിയും ഇനി ഒരു കോപ്പ അമേരിക്കയ്ക്ക് ഉണ്ടാകില്ല. ഡീമരിയെ മത്സരത്തോടെ വിരമിക്കുകയും ചെയ്യും. അപ്പോൾ അർജന്റീന ആരാധകർ അതുകൊണ്ട് തന്നെ ഈ കിരീടം അവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയല്ലേ? തീർച്ചയായും അർജന്റീന സൂപ്പർ താരങ്ങൾക്ക് മാത്രമല്ല, അതോടൊപ്പം കൊളംബിയൻ സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസിനും ഈ മത്സരം വളരെ പ്രധാനമാണ്. എന്തായാലും ഡീമരിയ ഒരുപാട് കാലമായി 2009 അരങ്ങേറിയത് മുതൽ അർജന്റീനയ്ക്കൊപ്പം പല മത്സരങ്ങളിൽ കളിച്ചത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അർജന്റീന 3 കിരീടം നേടിയപ്പോൾ നിർണായകമായ ഗോളുകൾ നേടി ആ കിരീടത്തിൽ ഏറ്റവും നിർണായകമായ താരം കൂടിയാണ് ഡീമരിയ. എന്തായാലും ഡീമരിയ ഈ കോപ്പയോടുകൂടി അർജന്റീന ജേഴ്സിയിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡീമരിയയ്ക്ക് വേണ്ടി ഈ കിരീടം നേടണമെന്ന് ലിയോണൽ മെസ്സി മത്സരത്തിന് മുൻപ് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അർജന്റീന ആരാധകർക്ക് ഈ മത്സരം വളരെ പ്രധാനവുമാണ്. അതോടൊപ്പം ഹാമിഷ് റോഡ്രിഗസ്, കൊളംബിയൻ നായകൻ ഹാമിഷ് റോഡ്രിഗസ് ആകട്ടെ വലിയൊരു തിരിച്ചുവരവാണ് അദ്ദേഹത്തിന് ഈ ടീമിലേക്ക് നടത്തിയത്. ഈ ടീമിൻ്റെ ഇപ്പോഴുള്ള ഒരു ജൈത്രയാത്രയിലൊക്കെ ഹാമിഷ് റോഡ്രിഗസിൻ്റെ പ്രകടനം വളരെ നിർണായകവുമാണ്. ഈ കോപ്പയിലാകട്ടെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ ഒരു താരം കൂടിയാണ് റോഡ്രിഗസ്. 13 വർഷമായി കളിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കിരീടം ഇതുവരെ നേടാനായിട്ടില്ല. ആ കിരീടത്തിന് അവസാനത്തെ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇനി ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങൾക്കും ഈ മത്സരം വളരെ പ്രധാനമാണ്. വീണ, ശരി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.